സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ വെപ്പൺസ് വികസിപ്പിച്ച US ഗവൺമെന്റ് സീക്രട്ട് റിസർച്ച് എഞ്ചിനീയറിംഗ് പ്രൊജക്ടിന്റെ കോഡ് നെയിമാണ് മാൻഹട്ടൻ പ്രൊജക്ട്. 1939 ഒക്ടോബറിൽ നോബൽ സമ്മാനം ജേതാവ് ആൽബർട്ട് ഐൻസ്റ്റീനിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചതിനെ തുടർന്ന് ഒരു ന്യൂക്ലിയർ വെപ്പൺസ് വികസിപ്പിക്കാനുള്ള സാധ്യത പരിശോധിക്കാൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. നാസി ജർമ്മനി ഇതിനകം തന്നെ ഒരു ആണവായുധം വികസിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണെന്ന് ഐൻസ്റ്റീൻ പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകി. 1942 മാൻഹട്ടൻ എഞ്ചിനീയറിംഗ് ഡിസ്ട്രിക്ട് രൂപീകരിച്ചതോടെയാണ് മാൻഹട്ടൻ പദ്ധതി ഊർജ്ജ നിലയിലേക്ക് മാറിയത്. യുറേനിയത്തിൽ നിന്നും യുറേനിയം 235 എന്ന ഐസോട്ടോപ്പ് എലമെന്റ് വേർതിരിച്ചെടുക്കുന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. ഇതിനായുള്ള സാങ്കേതിക വിദ്യകൾ വൈകാതെ വികസിക്കപ്പെട്ടു. പ്ലൂട്ടോണിയം 239 വികസിപ്പിക്കാനുള്ള ഒരു ടെക്നിക് ഷിക്കാഗോ സർവകലാശാലയെ മെറ്റലർജിക്കൽ ലബോറട്ടറിയും വികസിപ്പിച്ചു. ഇതിനിടെ 1942 ഡിസംബറിൽ ഫെർമി ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ സാധ്യമാക്കിയതോടെ ന്യൂക്ലിയർ പവറിലേക്ക് നിർണായക ചുവടുവെപ്പായി. 1944 ആയപ്പോഴേക്കും ലീഡിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ റിസർച്ച് ലാബുകളിൽ നിന്നുമെല്ലാം 6000 ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ വെപ്പൺ വികസിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനത്തിലായിരുന്നു. റോബർട്ട് ഒപ്പൻഹൈമറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫാദർ ഓഫ് ആറ്റോമിക് ബോംബ്. ക്രിസ്റ്റഫർ നോളന്റെ ഒപ്പൻഹൈമർ എന്ന മൂവി അടുത്ത മാസം റിലീസാകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഒപ്പൻഹൈമർ അനൗൺസ് ചെയ്ത അന്ന് തന്നെ അതാരാണ് എന്താണ് എന്നൊക്കെ നിങ്ങൾ തിരിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ഫിസിസ്റ്റായ റോബർട്ട് ഒപ്പൻഹൈമർ മാൻഹട്ടൻ പ്രൊജക്ടിന്റെ പ്രധാന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേന്ദ്രമായ ലോസ് അലോമോസ് നാഷണൽ ലബോറട്ടറി ഹെഡായിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ന്യൂ മെക്സിക്കോയിലെ ലോസ് അലോമോസിനടുത്തുള്ള മരുഭൂമിയിലാണ് ഈ സൗകര്യം സ്ഥിതി ചെയ്യുന്നത്. 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോയിലെ അലമോഗോർഡോയിലെ സൈനിക പരീക്ഷണ കേന്ദ്രത്തിൽ പുലർച്ചെ ഇരുട്ടിൽ ആദ്യത്തെ അണുബോംബ് സ്ഫോടനം അമേരിക്ക പരീക്ഷണാർത്ഥത്തിൽ നടത്തി. ട്രിനിറ്റി ടെസ്റ്റ് എന്നായിരുന്നു ഈ പരീക്ഷണത്തിന്റെ പേര്. സ്ഫോടനത്തിന്റെ മിന്നലിന്റെ തീവ്രമായ തെളിച്ചത്തെ തുടർന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു വലിയ കൂൺമേഘം ഉയർന്നു. 50 കിലോമീറ്റർ അകലെയുള്ള വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ലോകത്തെ തന്നെ മാറ്റിമറിച്ച പ്രകടനം ബങ്കറുകളിലും സുരക്ഷിത ഇടങ്ങളിലും ഇരുന്ന് എല്ലാവരും വീക്ഷിച്ചു. ഒപ്പൻഹൈമറുടെ അണ്ടറിലുള്ള 2 ശാസ്ത്രജ്ഞർ 2 തരം ബോംബുകൾ ഡെവലപ്പ് ചെയ്തു. യുറേനിയം ഉപയോഗിച്ചുള്ള ലിറ്റിൽ ബോയും പ്ലൂട്ടോണിയം ഉപയോഗിച്ചുള്ള ഫാറ്റ് മാനുമായിരുന്നവ. ഇവ രണ്ടുമാണ് പിന്നീട് ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലുമായി വീണത്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ നഗരത്തിലേക്ക് ലിറ്റിൽ ബോയ് ബോംബും US യുദ്ധവിമാനം വർഷിച്ചു. മൂന്ന് ദിവസത്തിന് ശേഷം നാഗസാക്കിയിലും ബോംബ് വീണതോടെ ന്യൂക്ലിയർ അറ്റാക്ക് പൂർണ്ണമായി. രണ്ടിടത്തുമായി 100,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ജപ്പാൻ സറണ്ടർ ആയതോടെ സെക്കൻഡ് വേൾഡ് വാറിന് അവിടെ അവസാനം വന്നു. യുദ്ധത്തിന്റെ അവസാനത്തെ തുടർന്ന് മാൻഹട്ടൻ പ്രൊജക്ടിന് കീഴിൽ വികസിപ്പിച്ചെടുത്ത ടെക്നിക്സ് മറ്റ് മേഖലകളിൽ പ്രയോഗിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഗവേഷണ ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ചു.